ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനത്തിനെതിരെ ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ്. കെജ്രിവാളിന്റെ 48 മണിക്കൂർ സമയം നിഗൂഢമാണെന്നും നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും ബിജെപി എംപി സുധാൻഷു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതായാലും ഇന്നലെയാണ് കെജ്രിവാൾ നാടകീയമായി താൻ 2 ദിവസത്തിനകം രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞത്. താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണ് എന്നും ജനങ്ങളുടെ റഫറൻഡം തേടിക്കൊണ്ടാകും ഇനി താൻ തുടരുക എന്നുള്ള കാര്യവുമൊക്കെ പറഞ്ഞത്. ഏതായാലും സുവി വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ബി.ജെ.പി. വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കെജ്രിവാൾ രാഷ്ട്രീയ നാടകമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ചില ലക്ഷ്യങ്ങൾ കെജ്രിവാളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇനിയുള്ള കെജ്രിവാളിന്റെ നീക്കം ഏത് തരത്തിലായിരിക്കും? രഞ്ജിത്ത്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ തന്റെ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒരു തന്ത്രപരമായ നീക്കമാണ് ഇത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നൽകുന്നത്. ഇന്നലെ രാജിവെക്കുമ്പോൾ പറഞ്ഞത് തന്റെ സത്യസന്ധത ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേറും, ബി.ജെ.പി. ഒരു തരത്തിലും അധികാരത്തിൽ എത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ തന്റെ രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജനവിധിയിലൂടെ താൻ തിരിച്ചെത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ തനിക്കേറ്റ കളങ്കം ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരുന്നത്. ഉപാധികളോട് കൂടിയായിരുന്നു ഈ ജാമ്യം നൽകിയിരുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറരുത്, ഫയലുകൾ ഒപ്പിടാം എന്നീ നിർദ്ദേശങ്ങളായിരുന്നു സുപ്രീം കോടതി വെച്ചിരുന്നത്. ഉപാധികളോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരുന്നത്. ആ ഉപാധികളിൽ ഒന്ന് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറാൻ പാടില്ല എന്നതായിരുന്നു. അങ്ങനെ ഒരു ഭരണ നിർവഹണം നടത്തുക എന്നത് അസാധ്യമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ താൻ രാജിവെക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് നടത്തണം. അതായത് അടുത്ത ഫെബ്രുവരിയിലാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. എന്നാൽ അതിനു മുൻപ് നവംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഈ അരവിന്ദ് കെജ്രിവാൾ സ്ഥാനം ഒഴിയുന്ന സാഹചര്യത്തിൽ ഒരു താൽക്കാലിക മുഖ്യമന്ത്രിയെ നിയമിക്കേണ്ടതുണ്ട്. അത് ആരാകും എന്ന ഉറ്റുനോക്കലാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ നടത്തുന്നത്. മനീഷ് സിസോദിയ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയാകാനില്ല എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഏതായാലും ഒരുപക്ഷെ കെജ്രിവാളിന്റെ പത്നി ആയിരിക്കും ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുക എന്ന സൂചനകളും ഉണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ തീരുമാനം അറിയാം. ഏതായാലും ഇതൊരു നാടകീയതയാണ് എന്നാണ് കോൺഗ്രസും അതുപോലെ തന്നെ ബി.ജെ.പിയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മണിപ്പൂരിനെ കുറിച്ചുള്ളതാണ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി നൽകിയിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് ഇന്റർനെറ്റ് നിരോധനം നീട്ടി നൽകിയിരിക്കുന്നത്. 4 ജില്ലകളിലാണ് ഇങ്ങനെ ഇന്റർനെറ്റ് നിരോധനമുള്ളത്. ഏറെ ദിവസങ്ങളായി, അതായത് 2ാം ഘട്ടത്തിൽ ഈ സംഘർഷം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അത് ഒരുപാട്